ചെറിയൊരു സർപ്രൈസ് കൂടെ ഉണ്ടേ. അങ്ങനെ പെട്ടിയും കിടക്കെ എടുത്താ ട്രെയിനിൽ ചാടി കയറി. സർപ്രൈസ് എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. ഈ കാണുന്ന നമ്മുടെ ഏത് സ്ഥലമാണെന്ന് കൊല്ലത്തുനിന്ന് കയറുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം, മൺട്രോ. അങ്ങനെ മൺട്രോ ഒക്കെ കഴിഞ്ഞതാ ഒരാൾ ട്രെയിനിൽ സെറ്റായി. അങ്ങനെ ഞാൻ ഒരുപാട് ട്രെയിനിൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളിതാ ബാംഗ്ലൂരിലെത്തി. ഇത് ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡിലാണ് നമ്മൾ ഇറങ്ങുന്നത്. സോ അവിടെ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു കാഴ്ചയാണിത്. ഒരാളിതേ രാവിലെ എണീറ്റുള്ള കാഴ്ചയാണ്. ഫോണും നോക്കി മുഖമൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂർ എത്താറായി. നമ്മുടെ സ്റ്റേഷൻ അടുത്തോണ്ടിരിക്കുകയാണ്. ഞാനും സൈഡിലിരുന്ന് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തു. അപ്പം നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി നമ്മുടെ പപ്പുവിൻ്റെ ബർത്ത്ഡേക്ക് അവർക്ക് സർപ്രൈസ് ആയിട്ട് പോവുകയാണ്. അവർക്കറിയില്ല നമ്മൾ വരുന്നത്. സോ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി അവസ്ഥ എന്താണ്? അപ്പോൾ ഉദ്ദേശം മനസ്സിലായല്ലോ. പപ്പുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിനൊരു സർപ്രൈസ് വിസിറ്റായിട്ട് നമ്മൾ കൊല്ലത്തുനിന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചതാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീട്. ഒരു 5 മിനിറ്റ് താമസം വരും. അങ്ങനെ നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്ത് അതിൽ അവരെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇതിനകത്താണ് അവരുടെ ഫ്ലാറ്റ് ഉള്ളത്. അപ്പം നമ്മളത് അവരെ കാർ ഇവിടെ ഉണ്ട്. ആ കാറല്ലല്ലോ ഇവിടെ കാണല്ലോ. ഓഫീസിൽ പോയിട്ടില്ല. അടാ പറയുന്നില്ല. 12B. ഇറക്കി വിടുവോ? ഇറങ്ങടാ വീട്ടിൽ നിന്ന്. ആരോ ഉണ്ടകത്ത്. എന്റെ ചെരുപ്പ്. ജയിച്ചതിന്റെ പടക്കമാണ്. നന്ദു സെലിബ്രേറ്റ് ചെയ്യാനാണ് സ്കൂളിൽ പോണേ. ഡ്രൈവിംഗ് ചെയ്യണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്തപ്പോ ഇത്രയും അണ്ണേ വന്ന ഹായ്. അങ്ങനെ വന്ന സർപ്രൈസൊക്കെ കൊടുത്തിട്ട് നമ്മളിതാ നേരെ നന്ദുവിനെ സ്കൂളിലേക്ക് യാത്രയ്ക്കാൻ പോയി. അവൻ്റെ അവിടെ അടുത്ത് തന്നെ സ്കൂൾ ഏകദേശം 1.5 കിലോമീറ്റർ വരും. സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. രാവിലെ 7:45 ആകുമ്പോൾ സ്കൂൾ ബസ് എത്തും. അങ്ങനെ അവൻ അവിടെ സ്കൂൾ ബസ്സിന് വേണ്ടി കാത്ത് നിൽക്കുകയായിരുന്നു. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ തേച്ചിൽ കഴിഞ്ഞപ്പം സ്കൂൾ ബസ് വന്ന് നന്ദു കയറി. ഇതാണ് പപ്പുവിന്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ വന്നത്. ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് പപ്പുവിന്റെ ഫ്രണ്ട് ദൈവിക്. സേ ഹായ്. അങ്ങനെ നമ്മളിതേ ഒരടുത്ത ആളെ യാത്ര അയക്കുകയാണ്. ചേച്ചി അവിടുത്തെ സ്കൂളിലെ ടീച്ചറാണ്. അവിടുന്ന് തൊട്ടടുത്ത് തന്നെ സ്കൂളുള്ളത്. അവിടുന്ന് നടന്നു പോകുന്ന ദൂരം. അങ്ങനെ നമ്മളിതാ സ്കൂളിലെത്തി. സ്കൂളിലെന്തോ അസംബ്ലി നടക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ചേച്ചിയെ യാത്ര അയച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് നടന്നു. നമ്മൾ പപ്പുവിന്റെ ബർത്ത്ഡേക്ക് സ്നാക്സ് ഐറ്റം ഓർഡർ ചെയ്യാൻ വന്നതാണ്. രാവിലെ തൊട്ട് ഭയങ്കര ചുമ. അങ്ങനെ നമ്മളൊരു മരുന്ന് മേടിക്കാൻ വന്നതാണ്. എന്ത് വരുന്ന പറ. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്തൊരു മെസ്സുണ്ട്. നമ്മൾ അവിടെ പോയി ഒരു സെറ്റ് പൂരി കഴിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ പപ്പുവിന് 2 ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. ഒന്നൊരു കളറിംഗ് ബുക്കും പിന്നെ അതാ കാണുന്ന പ്രസൻറ്റും. കളറിംഗ് ബുക്ക് പപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കളറിംഗ് ബുക്ക് കൂടെ മേടിച്ചത്. അങ്ങനെ നമ്മളിത് ആ പ്രസൻറ്റ് അൺബോക്സ് ചെയ്യാണ്.
കൊച്ചിലത്തേക്ക് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു നമ്മുടെ ടോയ് കാർ, അതും RC. അങ്ങനെ നമ്മളിതാ ഗിഫ്റ്റൊക്കെ അയച്ച് പപ്പുവിന് അത് സെറ്റ് ചെയ്ത് കൊടുത്തു. അതിന്റെ അടി ഊരണം, കറക്കി അത് തിരിച്ച്. എല്ലാം മുക്കുകൊണ്ടങ്ങളാ. ഇങ്ങോട്ടില്ലേ 10 കയ്യിലും 10 പേരിലും. അങ്ങനെ നമ്മൾ കാറൊക്കെ അയച്ചതാ റിമോട്ടിൻ്റെ ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റായി. കാറിൻ്റെ ബാറ്ററി റീചാർജബിൾ ആണ്, അതിന് ഓൾറെഡി കുറച്ച് ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പപ്പുവിനെ അത് ഓട്ടിച്ചൊക്കെ കാണിച്ചു കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനാണ് ആദ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. അങ്ങനെ പപ്പു ഇടയ്ക്ക് പപ്പു എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് ഞാൻ അവനെ കൊടുത്തു. അവൻ ഓട്ടിക്കാൻ കുറച്ച് പാടായിരുന്നു, കാരണം ഞാൻ അതിൻ്റെ സ്റ്റിക്ക് കുറച്ച് മസിൽ പിടിച്ച് നമ്മൾ തള്ളിയാലേ അത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ പോകത്തുള്ളായിരുന്നു. എങ്ങനെയാണെങ്കിലും അവൻ പതിയെ അതൊക്കെ പഠിച്ചെടുത്തു. അങ്ങനെ അവൻ തന്നെ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ പപ്പു കളിപ്പാട്ടത്തിൽ സെറ്റായി. അങ്ങനെ നമ്മുടെ രാവിലെയും ഉച്ചയൊക്കെ ആ ഒരു ഇതിൽ അങ്ങ് പോയി. അങ്ങനെ വൈകിട്ടായി നമ്മുടെ ബർത്ത്ഡേ പാർട്ടി. ഇതാണ് നമ്മുടെ ബർത്ത്ഡേക്കാരൻ്റെ ലുക്ക്. നല്ല വെള്ള ജുബയും പാൻറ്റും ഒക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ്. ആള് ചെറിയൊരു നാണം കുണുങ്ങിയാണ്. എന്ത് കാര്യം ചോദിച്ചാലും നാണമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ചെറിയൊരു ബർത്ത്ഡേ ഡെക്കറേഷനൊക്കെ ഒരുക്കി. ഒരു കിട്ടിലെ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തു. ഇതാണ് പപ്പുവിൻ്റെ ഫ്രണ്ട്സ്, ആ രണ്ടുപേരും. ഇനി ഒരാളൂടെ ഉണ്ട്, പുള്ളിക്കാർ നാട്ടിൽ പോയേക്കാണ്. പപ്പുവിൻ്റെ അടുത്തിരിക്കുന്നതാണ് ദിയ, അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് ദൈവിക്. അങ്ങനെ അവർ മൂന്നുമാണ് ഇവിടുത്തെ സെറ്റ്. ഞാൻ പറഞ്ഞില്ല ഒരാളൂടെ ഉണ്ട്, അയാളുടെ പേരാണ് ചാർവി. അങ്ങനെ ദൈവിക്ക് ഇതാ പപ്പുവിന് ഒരു ഗിഫ്റ്റ് കൊടുത്തു. പപ്പു അതൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങളാണ് സർപ്രൈസ് ആയത്. നല്ല കിട്ടിയില്ല ഒരു ഐറ്റം ആയിരുന്നു. നിങ്ങൾ തന്നെ എങ്ങനെയാണെന്ന് കണ്ടോ. അങ്ങനെ നമ്മുടെ RCB കപ്പടിച്ചതിൻ്റെ പിറ്റേന്നായിരുന്നു പപ്പുവിൻ്റെ ബർത്ത്ഡേ. അതായത് ജൂൺ 4. ജൂൺ 3 അവർ കപ്പടിച്ചത്. അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. നന്ദുവിൻ്റെ ഫേവറേറ്റ് ടീമാണ് RCB. പപ്പു RCB എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. അങ്ങനെ RCBയുടെ കേക്ക് തന്നെ അവർ ഓർഡർ ചെയ്തു. കാണാൻ നല്ല കിടിലമായിരുന്നു. നല്ല കിടിലമായിട്ട് തന്നെ അവർ ആ കേക്ക് സെറ്റ് ചെയ്തു. ഇനി കാണുന്നതാണ് നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ്, റിയാൻഷി, ആര്യൻ, പിന്നെ ധ്രുവിൻ്റെ അനിയനാണ് നമ്മുടെ പപ്പുവിൻ്റെ കൂട്ടനായ ദൈവിക്. അങ്ങനെ അവർ അമ്മമാരൊക്കെ എത്തി, എല്ലാം സെറ്റായി. നമ്മൾ അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് നല്ല കിട്ടിലുമായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പോപ്പർ കണക്കത്തെ ഒരു സാധനമൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കേക്ക് മുറിച്ചു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പപ്പു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു എല്ലാം ചെയ്തത്. എല്ലാവരും വന്ന് നിന്നപ്പോൾ പപ്പുവിനും കുറച്ച് ആവേശമായി. സാധാരണ അവൻ കുറച്ച് നാണം കൊണ്ടു നിൽക്കുന്നതാണ്. അങ്ങനെ പപ്പുവിന് കേക്കൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ടൈമായി. അങ്ങനെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ കത്തി മേടിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം ശ്രീ എന്നെ ഒരു കാറ്ററിംഗ് ബോയും ആക്കി. അങ്ങനെ കേക്കും കൂടെ ഒരു ഡോണട്ടും പിന്നെ നമ്മൾ രാവിലെ ഓർഡർ ചെയ്ത ആ ഒരു വെജിറ്റബിൾ റോളും പിന്നെ എന്തായിരുന്നു കുറച്ച് ചിപ്സ് കൂടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഒരു ലൈറ്റ് സ്നാക്സ് പാർട്ടി. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം നമ്മൾ ബാംഗ്ലൂർ നൈറ്റ് റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കൊല്ലത്തെ നൈറ്റ് റൈഡിന് ശേഷം നമ്മൾ ബാംഗ്ലൂർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. നന്ദു ഒരു കട്ട RCB ആരാധകനായതുകൊണ്ട് നമ്മൾ വിരാട് കോഹ്ലിയെ കാണാൻ പൊക്കോണ്ടിരിക്കുകയാണ്. വിരാട് കോഹ്ലി നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നന്ദു വിരാട് കോഹ്ലിയുടെ കടുത്ത ആരാധകനായിരുന്നു. ഇന്നലെ RCB കപ്പടിച്ചപ്പോഴാണ് നന്ദു ചോറ് വരെ തിന്നത്. അതേവരെ ചോറ് പോലും തിന്നാതെ ചപ്പാത്തിയാണ്. ഭയങ്കര ഡൈ ഹാർട്ട് ഫാൻ ആയിരുന്നു RCBയുടെ. ചോറ് തിന്നത്തുള്ളൂ. ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദൂരെ കാണുന്ന SAP എന്ന് പറഞ്ഞ ലോഗോയാണ് അവരുടേത്. ഇത് അവരുടെ ബാക്ക് സൈഡാണ്. പിള്ളേരെ കൊണ്ട് ഇവിടെ ആക്കിയിട്ട് കിൻഡർ ഗാർഡൻ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. പക്ഷെ നമ്മുടെ കറക്കം തീർന്നിട്ടില്ല. സോ ബാക്കി കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.